ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് അടുത്ത വർഷമാണ് അരങ്ങേറുന്നത്. അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത്. ഈ വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ബ്രസീൽ എത്തുക. ഇനിയിപ്പോൾ 7 പോയിന്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ബ്രസീലിന് ആ ഒരു യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നെയ്മർ ജൂനിയറുടെ മുന്നിലുള്ള അവസാനത്തെ അവസരമാണ് അടുത്ത വർഷത്തെ വേൾഡ് കപ്പ്. ഇതേക്കുറിച്ച് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിലേക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ എത്തണമെങ്കിൽ അദ്ദേഹം ചില സാക്രിഫൈസുകൾ നടത്തേണ്ടതുണ്ട്, ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെയ്മർക്ക് അത്ഭുതകരമായ ഒരു ടാലന്റ് തന്നെയുണ്ട്. പക്ഷെ അദ്ദേഹം സ്വയം ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാം നെയ്മറെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്ത് ത്യാഗങ്ങൾ ചെയ്താലും അത് വർത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ വേൾഡ് കപ്പിന് 1 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. നെയ്മർ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ബ്രസീലിന്റെ സാധ്യതകളെയാണ് വർദ്ധിപ്പിക്കുക. പക്ഷേ നെയ്മർ സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഉറക്കത്തിന്റെ കാര്യത്തിലും ട്രെയിനിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ അദ്ദേഹം സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ പൂർണ്ണമായും വേൾഡ് കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മറ്റുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നെയ്മർ ഇതിനു വേണ്ടി ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് റൊണാൾഡോ നസാരിയോ നൽകുന്നത്. ഏതായാലും നെയ്മറുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങി എത്തിയിട്ടുള്ളത്. ഏറ്റവും മികച്ച രൂപത്തിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടി അടുത്ത സമ്മറിൽ യൂറോപ്പിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.